അപ്പോൾ ബേസിക് മാത്തമാറ്റിക്സ് ഫിസിക്സിൽ കുറച്ച് ആവശ്യമില്ല. അങ്ങനത്തെ ട്രിഗ്നോമെട്രി നമുക്കറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. പിന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഈ ട്രയാങ്കിളിൻ്റെ കേസും എങ്ങനെയാണ് കണ്ടെത്തണേ നല്ല അറിയാം അല്ലേ. പിന്നെ എന്താണ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസിക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്നറിയാം. പിന്നെ നമുക്ക് ബേസിക് ആംഗിൾസിൻ്റെയും റേഷ്യോസും കാര്യങ്ങളൊക്കെ അറിയാം. സൈൻ തീറ്റ കോസ് തീറ്റ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ. പിന്നെ എന്താണ് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, നമുക്ക് ആംഗിളിൻ്റെ ഒരു ക്വാഡ്രൻ്റ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം ASTC, ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാം പോസിറ്റീവ്, സെക്കൻഡ് ക്വാർട്ടറിൽ സൈന്, തേർഡ് ക്വാർട്ടറിൽ ടാന്, ഫോർത്ത് ക്വാർട്ടറിൽ ഫോർത്ത് ക്വാർട്ടറിൽ കോസ്. ഓക്കെ, അതിൻ്റെ റെസിപ്രോക്കൽസും കേട്ടോ. ഓക്കെ, എന്താണ് സൈൻ 120 എങ്ങനെയാണ് അതിൻ്റെ ചെയ്യാൻ എങ്ങനെയാണ്. സൈൻ 120 ഇങ്ങനെ എഴുതാം. സൈന് 180 മൈനസ് എങ്ങനെ എഴുതാം, 16 എഴുതി കൂടെ എഴുതാം. 180 2π ആണ്. അപ്പോൾ 2π ആകുമ്പോൾ ഒരിക്കലും അതിൻ്റെ റേഷ്യോ മാറത്തില്ല. അത് മാത്രമല്ല അവിടെ പോസിറ്റീവാണ് സൈന്, സോ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ 60 എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ √3/2 എന്ന് പറയാൻ പറ്റും. അങ്ങനെ കോസ് 120 ആണെങ്കിലും സെയിം രീതിയിൽ തന്നെ എഴുതാം. എങ്ങനെ കോസ് മാറ്റി എഴുതാം. 180 മൈനസ് 60 എന്ന് എഴുതാം. പക്ഷേ 180 മൈനസ് 60 സെക്കൻഡ് ക്വാർട്ടറിലാണ്, -1. സോ മൈനസ് ഇവിടെ കോസ് 60 എന്ന് പറയുന്നത് 1/2 -1/2 അങ്ങനെ വരും. അങ്ങനെ 240 ഒക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യാം. പിന്നെ അത് കുറച്ച് സൈൻ 300 ആണെങ്കിൽ എങ്ങനെ എഴുതാം, സൈൻ 360 മൈനസ് 60 എന്ന് എഴുതിക്കൂടെ. സൈൻ 360 എന്ന് പറഞ്ഞാൽ ഈവൺ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണ്, റൈറ്റ്. അതുകൊണ്ട് സൈൻ തന്നെ ഉണ്ടാവാൻ. ഇനി 360 60, അപ്പോൾ ഏതാണ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്, സോ മൈനസ് ആണ് ഉണ്ടാവുക. മൈനസ് സൈൻ 60 എന്ന് എഴുതാം. ഈവൺ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് സൈനായിട്ട് നിന്നു. അഥവാ ഓഡ് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ 90 270 എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതണം, അത് സൈൻ അപ്പോൾ കോസായി മാറും. പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. സോ മൈനസ് √3/2 വരും. ഇതാ ഇവിടെ വന്ന പോലെ. ഇനി അതുപോലത്തെ സിമ്പിൾ ഇതൊക്കെ വെറുതെ മാത്സിൻ്റെ. ഇനി ഡിഗ്രിന്ന് റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി റേഡിയന്ന് ഏതെങ്കിലും ഒരു ആംഗിളിനെ ഡിഗ്രിയിലേക്ക് മാറ്റണേ എന്ത് ചെയ്യണം, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം വെച്ചാൽ ഡിഗ്രിയിൽ പൈയുടെ ആവശ്യമില്ല. അങ്ങനെ ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിൽ പൈയുടെ ആവശ്യമില്ല. അപ്പോൾ ഡിഗ്രിയിൽ പൈയുടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് റേഡിയന്ന് ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം ആ പൈ ക്യാൻസൽ ആയി പോകും. പക്ഷേ ഡിഗ്രീന്ന് എനിക്ക് റേഡിയനിലേക്ക് മാറ്റണം. റേഡിയനിൽ പൈയുടെ ആവശ്യമുണ്ട്. റേഡിയനിൽ പൈയുടെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡിഗ്രീന്ന് റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ. ഇപ്പോൾ 90 ആണെങ്കിൽ 90 നോക്കി നോക്കും, π/180 മൾട്ടിപ്ലൈ π/2 ആയി. ഇതൊക്കെ സിമ്പിൾ നമുക്ക് അറിയുന്ന റേഷ്യോസ് തന്നെയാണ്. 2 ഡിഗ്രി എന്ന് നോക്കിക്കോളാം. 2 ഡിഗ്രിയുടെ റേഡിയനിലേക്ക് ഇപ്പോൾ 2 × π/180 ക്യാൻസൽ π/90. ഓക്കെ, അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, എസ്പെഷ്യലി ഒപ്റ്റിക്സിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അത് വളരെ ചെറിയ ആംഗിളാണ് നമ്മുടെ സൈൻ തീറ്റ. അതിൽ തീറ്റ വളരെ ചെറുതാണ്. നോട്ട് ദി പോയിന്റ് ദാറ്റ് തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻസ്. തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻസ്, അല്ലാണ്ട് ആംഗിളിലുള്ള തീറ്റ അല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, തീറ്റ റേഡിയൻസിലായിരിക്കണം. അപ്പം തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ഐഡിയലായിട്ട് പറയുന്ന സമയത്ത് തീറ്റ ചില ബുക്സിൽ പറയും 5 ഡിഗ്രിനേക്കാളും ചെറുതാവണം, അല്ലെങ്കിൽ ചില ബുക്സിൽ പറയും 10 ഡിഗ്രിനേക്കാളും ചെറുതാവണം. പക്ഷേ നമ്മൾ സാർ പറയുന്നത് വെച്ചാൽ 30 ഡിഗ്രി ആണെങ്കിൽ പോലും തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ പോലും ഈ പറഞ്ഞ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് സാർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൈൻ 30 വാല്യൂ 1/2 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ 30 ഞാൻ പറഞ്ഞത് 30 ഡിഗ്രി ഒരു ചെറിയ ആംഗിളാണ് നമുക്ക് എന്താ നമ്മൾ അസ്യൂം ചെയ്യാം. പക്ഷേ സൈൻ 30 എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് റേഡിയനിലാവണം. അപ്പോൾ 30യുടെ റേഡിയൻ്റെ മെഷർമെൻറ്റ് 30 ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ π/6. π/6ൻ്റെ ശരിക്കുള്ള വാല്യൂ എത്ര നോക്കി നോക്ക്. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് അടിച്ച് നോക്ക്. അന്നേരം 0.52 കിട്ടുന്നത്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ദാറ്റ്സ് 0.52. വലിയൊരു വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഒരു എക്സ്ട്രാ ഡെസിമൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ 30 ഡിഗ്രിയിൽ വരെ നമുക്ക് ഈ അപ്രോക്സിമേഷൻ നടന്നു പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. വലിയ ക്വസ്റ്റ്യൻസിന് അങ്ങനെ കംപ്ലീറ്റ് വാല്യൂ തെറ്റാണ്ട് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം സ്മോൾ ആംഗിളിന് എന്താ പറയുന്നത്, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, ഇനിയോ ടാൻ തീറ്റക്കും സെയിം പരിപാടിയും ചെയ്യാൻ പറ്റും. ടാൻ തീറ്റയിൽ നമുക്ക് പറയാൻ പറ്റും സ്മോൾ ആംഗിൾ ആണെങ്കിൽ നമുക്ക് തീറ്റ എന്ന് എഴുതാൻ പറ്റും. പോരാനായിട്ട് ഈ ആംഗിൾ ഏതാണ്, <10 ഡിഗ്രി ആണ് ഐഡിയലി ബെസ്റ്റ്. <5 ഡിഗ്രി ആണെങ്കിൽ ഈ സൈൻ തീറ്റയുടെ അപ്രോക്സിമേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഓക്കെ, <10 ഡിഗ്രി ആണെങ്കിലും ഈ അപ്രോക്സിമേഷൻ ചെയ്യാം. പക്ഷേ 5 ഡിഗ്രിനേക്കാളും ചെറുതായ രീതിയിലുള്ള പെർഫെക്ഷൻ അല്ലെങ്കിൽ അക്യുറസി കുറച്ച് കുറയും, അത്രയേ ഉള്ളൂ. അത് പക്ഷേ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസിന് 4 ഓപ്ഷൻ ഉണ്ട്. 4 ഏതെങ്കിലും അടുത്തടുത്ത ഓപ്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ഉണ്ട് ഓപ്ഷൻസിന്. നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താനും പറ്റും. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇതിലെന്താണ്, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ തീറ്റ ഷുഡ് ബി <5 ഡിഗ്രി. കാരണം വെച്ചാൽ എന്താ വെച്ചാൽ പറയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീറ്റയുടെ ഈക്വൽ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ആംഗിൾ ആണെങ്കിൽ അതും ടാൻ തീറ്റക്കും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ടാൻ തീറ്റയിൽ നമ്മൾ തീറ്റ 10 ഡിഗ്രിനേക്കാൾ കുറയണമെന്ന് പറഞ്ഞു, സൈൻ തീറ്റയിൽ 5 ഡിഗ്രിനേക്കാളും കുറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു അപ്രോക്സിമേഷനൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ടും കൂട്ടിയിട്ടാണ് ഇങ്ങനൊരു പറയുന്നത്. രണ്ടും കൂട്ടിയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ നമ്മൾ പറയുന്നത് 5 ഡിഗ്രിനേക്കാളെങ്കിലും കുറയണം എന്ന്. ഓക്കെ, അപ്പോൾ കോസ് തീറ്റയെ പറ്റി ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ചെറിയ ആംഗിളിന് തീറ്റ തന്നെയാണല്ലോ. ശരി, ചെറിയ ആംഗിൾ എന്നുള്ള കാര്യം ആൻഡ് തീറ്റ ഈസ് ഇൻ റേഡിയൻസ് എന്നുള്ള കാര്യം കൊണ്ട് ഓർമ്മിക്കുക. ഇനി കോസ് തീറ്റ എന്ന് എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ 1. സോ കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ സ്ക്വയർ തന്നെ എഴുതാം. ഓക്കെ, തീറ്റ സ്ക്വയർ. തീറ്റ എന്തിനാണ്? റേഡിയൻസിലാണ്. തീറ്റ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ വളരെ ചെറിയൊരു വാല്യൂയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ വാല്യൂ തന്നെയാണ്. അപ്പോൾ നമുക്ക് √1 മൈനസ് 0 എന്ന് എഴുതാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി. അങ്ങനെ ആകുമ്പോൾ കോസ് തീറ്റ എവിടത്തേക്കാണ് അപ്രോക്സ് ചെയ്യുന്നത്? 1ലേക്കാണ് അല്ലേ അപ്രോക്സ് ആവുന്നത്. വെൻ തീറ്റ ഈസ് സ്മോൾ, വെരി സ്മോൾ, കോസ് തീറ്റ ഈസ് അപ്രോക്സിമേറ്റിംഗ് ടുവേർഡ്സ് 1. സൈൻ തീറ്റ എവിടത്തേക്കും തീറ്റയിലേക്ക്, ടാൻ തീറ്റ എവിടത്തേക്കും തീറ്റയിലേക്ക്. തീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയൻസിലാണ്. ഇനി കോസ് തീറ്റ എവിടത്തേക്കും 1ലേക്ക്. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ഇതാ 1 പ്ലസ് എക്സ് റേസ് ടു എൻ. ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെയാണ്? NC0 1 റേസ് ടു എൻ എക്സ് റേസ് ടു 0 പ്ലസ് NC1 1 റേസ് ടു n മൈനസ് 1 എക്സ് 1 പ്ലസ് NC2 1 n മൈനസ് 2 എക്സ് സ്ക്വയർ. ഇങ്ങനെ പോകേണ്ട പോലെ പോകും. ഈ പറഞ്ഞ ടേം എന്താണ്? NC0 ഇത് 1 ആണ്, ഇത് 1, അതിന് x0 1. അപ്പോൾ ടോട്ടൽ ഈ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈ ടേം പറഞ്ഞാൽ 1. ശരി, ഈ ടേം എന്തെന്നാ എല്ലാം കൂട്ടിയിട്ട് ഇത് 1 ആയിരിക്കും ഡെഫിനറ്റ്ലി. ഇത് എക്സ്, ഇത് n. ഓക്കെ, അപ്പം ഇപ്പോഴുള്ള ഫസ്റ്റത്തെ 2 ടേംസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n എക്സ് എന്ന് എഴുതാം. ശരി, ബാക്കിയുള്ള ടേംസിൽ എന്തുണ്ട്? കുറച്ച് ടേംസ് ഉണ്ട്. ബാക്കി ഇനിയും ടേംസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പോകുന്ന വരെ നമ്മൾ ബൈനോമിയൽ തിയറം മാത്സിൽ പഠിച്ച രീതിയിലാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയാണ്, നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ അത്യാവശ്യം നല്ല ചെറുതാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 0.001 ഒക്കെ വരുന്ന രീതിയിൽ 0.00 ആ റേഞ്ചസിൽ വരുന്ന വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ, എക്സ് ഇസ് വെരി സ്മോൾ എന്ന കേസിൽ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എക്സ് വെരി സ്മോൾ ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനും ചെറുതായി പോകും അല്ലേ. എക്സ് വളരെ ചെറുതാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനും ചെറുതായിരിക്കും അല്ലേ. 0.001 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് 0.00001 ആവും. അത് ഭയങ്കര ചെറുതാവും. അപ്പം ഈ ഒരു ടേമിന് ശേഷം ഉള്ള ഈ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 0ലേക്ക് അപ്രോക്സിമേറ്റ് ആകും. അപ്പം നമുക്ക് പറയാൻ പറ്റും ബാക്കിയുള്ള വരുന്ന ടേംസ് ആണ് ഫസ്റ്റ് 2 ടേംസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇതൊക്കെ 0 ആയിട്ട് പോകും. ബാക്കിയുള്ള ടേംസിൽ 0, ബിക്കോസ് അതിൻ്റെ സ്ക്വയർസ് വരുന്ന എല്ലാ ടേംസ് 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി വരുന്ന ആകെ 1 പ്ലസ് NX തന്നെയാണ്. അപ്പം 1 പ്ലസ് എക്സ് റേസ് ടു n ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽസ് 1 പ്ലസ് NX വേർ എക്സ് ഇസ് വെരി സ്മോൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒരു ടെക്നിക്കായിട്ട് എങ്ങനെ പഠിക്കാനോ അങ്ങനെ ഓർത്തൊക്കെയെന്ന് വെച്ചാൽ ഈ ഒരു n ഇവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് അല്ലെങ്കിൽ ഈ എന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പം 1 പ്ലസ് എക്സ് റേസ് ടു n അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് NX വേർ എക്സ് സ്മോൾ 1നേക്കാളും ചെറുതാണ് കുറേ. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ്റെ ഉപയോഗം വെച്ചാൽ 1.00 ഇതിൻ്റെ ഒക്കെ സ്ക്വയർ ഇത്ര ക്യൂബൊക്കെയാണ് നടത്തുന്നത് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. 1 പ്ലസ് 0.002 ഇറ്റ്സ് ക്യൂബ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടാസ്ക് അല്ലേ, 1നേക്കാളും ചെറുതാണ് ഈ പറഞ്ഞ ഇത് അല്ലേ. 1.002 1നേക്കാളും ചെറുത്. അത് നമുക്ക് അപ്രോക്സിമേഷൻ കൊടുക്കാൻ പറ്റും. ഈ 3 അതിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.006 ആവും. അതപ്പം 1 പ്ലസ് 0.001.006 ഇതാണ് ഉത്തരം കേട്ടോ. കിട്ടിയില്ലേ? ഇനി ഇത് സെയിം പരിപാടിയാണ് ഇവിടെയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? 1നെ സ്പ്ലിറ്റ് ചെയ്യും. 1 പ്ലസ് 0.003 ഹോൾ റൈസ് ടു -2 -2 മൾട്ടിപ്ലൈ അപ്രോക്സിമേഷൻ പരിപാടീസ്. ഓക്കെ, ഇതാണെങ്കിലും -2 ഇത് സെയിം പരിപാടി തന്നെ ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നത് 1 ഡിവൈഡ് ബൈ √99 അല്ലേ. 1 ഡിവൈഡ് ബൈ √99. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, എനിക്ക് 99 റൈസ് ടു -1/2 എന്ന് എഴുതുന്നതിന് തിരക്കടില്ല. എന്നിട്ടോ 99 എനിക്ക് 100 - 1 റൈസ് ടു -1/2 എന്ന് എഴുതുന്നതിനും തിരക്കടില്ല. ശരി, ഇവിടുന്ന് എനിക്കെന്ത് കോമൺ എടുക്കാം? ഒരു കാര്യം ചെയ്യാം, 100 കോമൺ എടുത്താലോ. ഒരു സന്തോഷത്തിന് ഞാൻ 100 കോമൺ എടുക്കുന്നത് നോക്കുക എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പം 1 - 1/100 ഹോൾ റൈസ് ടു എല്ലാത്തിനും കേട്ടോ -1/2 ഉണ്ട്. ശരി, ഓക്കെ, 100 റൈസ് ടു -1/2 അതെന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഓക്കെ, ബാക്കിയുള്ള സാധനത്തിന് മുകളിൽ മൈനസ് നമുക്ക് ഇനി അപ്രോക്സിമേഷൻ ചെയ്തുകൂടാ. കാരണം 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ 1നേക്കാൾ വളരെ ചെറിയ നമ്പറാണ്. സോ അതിൽ നമുക്ക് അപ്രോക്സിമേഷൻ പരിപാടി ചെയ്യാം. അപ്പോൾ 1 മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആയി 1/100 ഇൻറ്റു 1/2. സോ 1/10 പ്ലസ് 1 അല്ല പ്ലസ് അല്ല മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് 1/200 ഇതാണ് ഉത്തരം. ഓക്കെ, ശരി, ഒരു പരിപാടി സിമ്പിളാണ്. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം.
ഇങ്ങനെ ഈസി ബാക്കി ഇതൊക്കെ സെയിം പാറ്റേൺ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയാത്തത്. ജസ്റ്റ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ അത്രേ ഉള്ളൂ അപ്രോക്സിമേഷൻ. അപ്പോൾ 1നേക്കാളും ചെറിയ നമ്പർ ആവണം നമ്മൾ ഈ പറഞ്ഞ സാധനം. 10ൻ്റെ പ്രത്യേകത വെച്ചാൽ നോക്കി നോക്കൂ. എപ്പോഴും പോയിട്ട് 1 + 0.5 × 2 എന്ന് പറഞ്ഞാൽ 0.1. അപ്പോൾ അവിടെ 1 സോറി 0.1 അല്ല 0.5 × 2 എത്രയാ 10. 10 ഒരു പോയിന്റ് ശേഷം ഒരെണ്ണം. അപ്പം 2 ആവൂലേ എന്ന് പറഞ്ഞതിന് തെറ്റു. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1നേക്കാളും വളരെ ചെറിയൊരു വാല്യൂ ആവണം. 0.5 1നേക്കാളും വളരെ ചെറിയ വാല്യൂ ആവണം. അല്ല 1ൻ്റെ ജസ്റ്റ് പകുതി തന്നെയാണ് 0.5. അപ്പോൾ 1നേക്കാൾ ചെറിയൊരു വാല്യൂവിൽ മാത്രമേ നമ്മൾ ഈ അപ്രോക്സിമേഷൻ നടത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 1.5ൻ്റെ സ്ക്വയർ ആണ്. അത് ഇങ്ങനെ 2.25 ഒക്കെയാണ് വരാൻ. അടുത്ത ഇത് ഈ ഒരു സാധനം അല്ലേ 1/√96. അപ്പോൾ എന്ത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 0.996 ഹോൾ റേസ് ടു -1/2 എന്ന് എഴുതിക്കൂടെ. ഇത് റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. താഴെ നിന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ -1/2 ആയി. ശരി, ഇതിന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിനെ 1- എന്ന രീതിയിൽ എഴുതിക്കൂടെ? ശരിയാ, 1- നോക്കിയോ ഇതാ നോക്കിയോ 0.004 എന്ന് എഴുതിക്കൂടെ. അതിനാണല്ലോ 0.996 അല്ലേ. 1 - 0.004 ചെയ്താൽ 0.996 കിട്ടും. ഹോൾ റേസ് ടു -1/2. ഇനി അപ്രോക്സിമേഷൻ നടത്തി കൊടുത്തു. 1നേക്കാളും ചെറിയ നമ്പറാണ് അപ്രോക്സിമേഷൻ നടത്തുക. അപ്പോൾ 1+ എങ്ങനെയാണ് 1 + 0.008 വരും. അപ്പോൾ 1.008 വരും. അല്ല സോറി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ 0.8 ഇല്ല, ഇത് 2 അല്ലല്ലോ, ഇത് 1/2 ആണ്. അതുകൊണ്ട് ഇവിടെ 2 തന്നെ വരും. അപ്പോൾ 1.002 വരും. ഓക്കെ, ഇനി ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് സ്ട്രേറ്റ് ലൈൻ, അല്ലാണ്ട് മാത്തമാറ്റിക്സ് രീതിയിലൊന്നും സ്ട്രേറ്റ് ലൈൻ അറിയേണ്ട. ജസ്റ്റ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = mx + c ആണ്. m എന്ന് പറയുന്നത് സ്ലോപ്പാണ്, x എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്, y എന്ന് പറഞ്ഞാൽ y ആക്സിസ്, c എന്ന് പറഞ്ഞാൽ വൈൻ്റെ മുകളിൽ ഈ പറഞ്ഞ ലൈന് തട്ടുന്ന x എന്ന് വെച്ചാൽ y ഇൻ്റർസെപ്റ്റ് എന്ന് അതിന് പറയാൻ. ഓക്കെ, ഇനി ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി tan θ എന്ന് തന്നെ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഡിയൻസിലാണ് കേട്ടോ ആവേണ്ടത്. തീറ്റ റേഡിയൻസിലാണ് ആവേണ്ടത്. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. tan തീറ്റയുടെ വാല്യൂ ആണല്ലോ സ്ലോപ്പ്, അത്രേ ഉള്ളൂ. തീറ്റ റേഡിയനിലായാലും ഇതിലായാലും കുഴപ്പമില്ല, പറഞ്ഞ വെറുതെ എത്തിപ്പോയതാണ് കേട്ടോ. ഇനി തീറ്റ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്? എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ സെൻസിൽ. ഓക്കെ, ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതും എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആക്ച്വലി. പക്ഷേ ഈ ആംഗിൾ അല്ല വേണ്ടത്. ആൻറ്റി ക്ലോക്ക്വൈസ് സെൻസിൽ എടുക്കുന്ന ഈ പറഞ്ഞ ആംഗിളാണ് വേണ്ടത്. ഈ ഒരു ഡയറക്ഷനിൽ തന്നെ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളുടെ tan തീറ്റയാണ് എന്ത് സ്ലോപ്പ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഏത് സ്ട്രൈറ്റ് ലൈൻ്റെ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ നോക്ക്, സാർ ഇതാ കൊടുത്തിട്ടുണ്ട് സ്ട്രൈറ്റ് ലൈന് y = x. അപ്പോൾ ഇവിടെ √3 എന്താണ് നമ്മുടെ സ്ലോപ്പാണ്, -√3 ഇത്. അപ്പോൾ y0 അല്ലെങ്കിൽ x0 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ എത്രയാണ്? -√3. x0 ആക്കുന്നത് -√3. അതാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കാൻ ഇൻ്റർസെപ്റ്റ് എന്നല്ലേ. x0 ആവുന്ന സമയത്ത് വൈയുടെ മുകളിലുള്ള ആ ഒരു വാല്യൂ. ഇനിയോ y0 ആവുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് കണ്ടെത്തണമെങ്കിൽ y0 ആക്കാം, ബിക്കോസ് അവിടെ y0 ആണ്. y0 ആവുന്ന സമയത്ത് x√3 √3. അപ്പോൾ x = 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1 ആണ് x1 y0 ആവുന്ന സമയത്ത്. പിന്നെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, ബിക്കോസ് ഇവിടെ സ്ലോപ്പ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ tan തീറ്റ ആയതുകൊണ്ടായിരിക്കുമല്ലോ √3 സ്ലോപ്പ് ഇവിടെ നോക്കിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ആ തീറ്റ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി അത് √3 ആണ്. സോറി, അത് 60 ഡിഗ്രിയാണ് ആ തീറ്റ. ഓക്കെ, ഇതിലൊന്നും വലിയ പഠിക്കാനൊന്നും ഇല്ല, ഇത് വളരെ ബേസിക്സിലാണ് പോകുന്നത്. ഇനി ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. 2y = 6x - 10. എന്നിട്ട് അപ്പാട് പറയരുത് പോയിട്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് പറയാൻ പാടില്ല. കാരണം ഇവിടെ വൈയുടെ കോഫിഷ്യൻ അത് 1 ആയിരിക്കണം. അപ്പോൾ y = ഞാൻ കംപ്ലീറ്റ് 200 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3x - 5 ആവും. അപ്പോൾ ഈ 3 ആണ് ആക്ച്വൽ സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ആക്ച്വൽ 3 ആണ്. tan θ = 3 എന്ന് പറയണം. പിന്നെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ -5 ആണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവാൻ വെച്ചാൽ അടിയിലായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. സ്ലോപ്പ് 3, പിന്നെ y0 ആവുന്ന സമയത്ത് അത് 5 അത് കോട്ടെ. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് -3 ആയിരിക്കും, -5 ആയിരിക്കും, ബിക്കോസ് y ഇൻ്റർസെപ്റ്റ് -5 ആ രീതിയിൽ. ഓക്കെ, ഇനി ആ രണ്ട് വ്യക്തികളുടെ XT ഗ്രാഫ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. XT ഗ്രാഫ് എ എന്ന് പറഞ്ഞാൽ ബിയുടെ പറഞ്ഞാൽ XT ഗ്രാഫ്. ഓക്കെ, അത് ആക്ച്വലി കൈനമാറ്റിക്സിലാണ്, എന്നാലും ബേസ് മാത്തമാറ്റിക്സിലും കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി രണ്ടുപേരുടെയും ആംഗിൾസ് വന്നിട്ടുണ്ട് എക്സ് ആക്സിസിൻ്റെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. ഇനി നമുക്കൊരു കാര്യം അറിയാം, XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y/x എന്നുള്ള അർത്ഥത്തിലാണ് അല്ല സ്ലോപ്പ്, ബിക്കോസ് tan θ നിങ്ങൾ ചെയ്താൽ y/x കിട്ടുക. അപ്പോൾ y/x എന്ന് വെച്ചാൽ x/t. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി തന്നെയാണ് അല്ലേ, വെലോസിറ്റിയാണ്. അപ്പം നമുക്കറിയാം XT ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ആൻഡ് tan 20 വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് എങ്ങനെയാണ്? 180 - 60. അപ്പം -√3 വരും, -√3 വരും. അതേപോലെ ഇതിൻ്റെ നമുക്ക് സ്ലോപ്പ് കണ്ടെത്തി മീൻസ് നമ്മുടെ അടുത്ത് വെലോസിറ്റി കണ്ടെത്തി. അപ്പോൾ രണ്ടുപേരുടെ വെലോസിറ്റി കിട്ടി. പക്ഷേ മാത്തമാറ്റിക്കൽ നോക്കുന്ന സമയത്ത് രണ്ടുപേരുടെ വെലോസിറ്റി ഇപ്പോൾ ഒരുത്തിന് -√3
മറ്റവൻ്റെ -1.73 മൈനസ് അല്ലേ. മാത്തമാറ്റിക്കൽസ് നോക്കുന്ന സമയത്ത് ആരാണ് വലുത്? -1 ആണ് വലുത് അല്ലേ. മാത്തമാറ്റിക്കൽ നോക്കുന്ന സമയത്ത് -1 ആണ് വലുത്. പക്ഷേ നമ്മളിവിടെ ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വാല്യൂ വൈസ് അല്ല. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൈനസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് ഡയറക്ഷനിലാണ് എന്നേ ഉള്ളൂ. അപ്പോൾ ആരെ ശരിക്കും കൂടുതൽ സ്പീഡിൽ പോകുന്നത്? എ വ്യക്തിയാണോ ബി വ്യക്തിയാണോ? മാത്തമാറ്റിക്കൽ നോക്കുന്ന സമയത്ത് ബി വ്യക്തിയായിരിക്കും സ്പീഡിൽ പോകും. കാരണം അയാളുടെ മാത്തമാറ്റിക്കൽ വാല്യൂ ആണ്, അയാളുടെ സ്ലോപ്പാണ് കൂടുതൽ, അല്ലെങ്കിൽ അയാളുടെ വെലോസിറ്റിയാണ് കൂടുതൽ മാത്തമാറ്റിക്കൽ. പക്ഷേ റിയൽ ലൈഫ് നോക്കുന്ന സമയത്ത് ഈ മൈനസിനെ കൊണ്ട് വലിയ റെലവൻസ് ഇല്ല. മൈനസ് ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ ആണ് കൂടുതൽ സ്പീഡ് പോകുന്നത്. ബിക്കോസ് അയാൾ നെഗറ്റീവ് ഡയറക്ഷനിൽ 1.73 മീറ്റർ/സെക്കൻഡിൽ പോകുന്നുണ്ട്. വെറാസ് ബി നെഗറ്റീവ് ഡയറക്ഷനിൽ -1 മീറ്റർ/സെക്കൻഡിലേ പോകുന്നുള്ളൂ. സോ എ ഈസ് മോർ ഫാസ്റ്റ്.